നീ ഇവിടെ വെള്ളം കുടിക്കാൻ പോണോ ഞാൻ വെറുതെ എടുത്ത് നോക്കണം എന്നാ കരുതിയത്. ഇവിടെ കിടന്ന് ഇവിടെ നീ വീട്ടിൽ കൊണ്ടുവന്നാണ് അല്ല ഈ നല്ല വെള്ളം ചീത്ത വെള്ളം നിനക്ക് അറിയാമോ? ഈ 2 ആഴ്ച കൊണ്ട് ഇവിടെ കുറെ കുപ്പിയിൽ വെള്ളം നിറഞ്ഞ് നടക്കുകയാണോ? ഇത് എന്തോ ഉദ്ദേശിച്ചെടുത്ത് കുടിച്ചത്? ഇതൊക്കെ പായലടിച്ചിട്ട് കളർ വരെ മാറിയിരിക്കുകയല്ല മോനെ. അയ്യോ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടാണ് നീ ജീവൻ ഇവിടെ കളിക്കാൻ വന്നിട്ടേ ഒരു 2 ആഴ്ച കൊണ്ട് ഇവിടെ കിടക്കുന്നു ഈ കുപ്പിയിൽ വെള്ളം. 2 കുപ്പി ഇവിടെ കിടന്നു. ഇപ്പൊ ബാക്കി ഒന്നും കാണാല്ലേ? ഇത് വെള്ളം എടുത്താൽ കുടിക്കാമോ? നീ ഇത് 2 ആഴ്ച മുമ്പേ കണ്ടെങ്കിൽ ഇത് എടുത്ത് കളഞ്ഞൂടെ? ആൾക്കാരെങ്കിലും വേസ്റ്റിൽ ഈ പഴയ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇങ്ങനെ മാറ്റണമെന്ന് പറയാം. അതും ആൾക്കാരും ചെയ്യത്തില്ല. അല്ലല്ല സാറേ, ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് നല്ല അണുക്കളായി കേട്ടോ. പിന്നെ അത് കോളിഫാം നിറഞ്ഞു കിടക്കണ സാധനമായിരിക്കും അത്. പിന്നല്ലാതെ എന്താ അപകടം എന്റെ പൊന്നുമക്കളെ. ഇങ്ങനെ നീ ഒന്നുകിൽ നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുഴപ്പമില്ല മക്കളെ, പക്ഷെ അത് നോക്കി വേണം എടുക്കാൻ കേട്ടോ. ഇത് നീ അങ്ങനെ ചുമ്മാ ഇത് കാരണം ഇത് ആര് കുടിച്ചതാണ്, ഇതിനകത്ത് എന്താണ്, ഇതൊന്നും അറിയാൻ പറ്റില്ല. വല്ല അസുഖം പിടിക്കും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. നമുക്കറിയാത്ത ഒരു വെള്ളവും എടുത്ത് കുടിക്കരുത് കേട്ടോ. സാറേ സാറേ ഇവരെ മനസ്സിലായ ഒരിക്കലും കണ്ടിട്ടുണ്ട്. രാജേഷിന്റെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ യാത്ര പോയി. അപ്പോഴുണ്ടായ മറ്റേ ബോട്ടിൽ വെള്ളം കുടിക്കേണ്ട അവസ്ഥ പറഞ്ഞോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ. റെയിൽവേ സ്റ്റേഷനിൽ ഒരു കോപ്പി വെള്ളം വാങ്ങിച്ചാ പിന്നെ വെള്ളം കുടിച്ച് എന്റെ വയറിഞ്ഞു എന്തൊക്കെയാണ് ഒരു പിടുത്തം കിട്ടും. വയറ് എച്ചില് ഇതൊക്കെ ഇത് ലോക്കലിക്കൊക്കെ നിറയ്ക്കുന്ന ബോട്ടിലുകൾ കാണും. കാരണം അതിലെല്ലാം അണുക്കളാണ്. കണ്ണൂരിൽ പോകാൻ വേണ്ടി ഇറങ്ങി കൊല്ലത്തിറങ്ങി പിന്നെ ഡോക്ടറെ കണ്ട് എല്ലാം പരിശോധിച്ചാണ്. അന്നവരെ കണ്ണൂർ യാത്ര മുടങ്ങി നേരെ കൊല്ലം സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ഡോക്ടറെ കണ്ട് ആലുമായിട്ട് കഴിച്ചടാ. ഒരു വെള്ളം കാരണം നമ്മൾ അറിയില്ലാത്ത സ്ഥലത്ത് നമ്മൾ വെള്ളം കഴിയുന്നത് യാത്രയൊക്കെ പോകാൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അത്രയും വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ വെള്ളം വാങ്ങി കഴിക്കാവൂ. മനസ്സിലായില്ല? അതല്ലാന്ന് ഒരിക്കലും വളരെ ദോഷമാണ്. ഈ ലോക്കൽ പ്യൂരിഫൈ ചെയ്യാത്ത വെള്ളം ഇഷ്ടംപോലെ പാക്ക് ചെയ്ത് വരുന്നുണ്ട്. അത് കറക്റ്റാണ്. എന്തെന്നറിയോ, നമ്മൾ ഈ ട്രെയിനിൽ ഇടയ്ക്കൊരു ഇത് ന്യൂസ് ആയിട്ടുണ്ടായിരുന്ന സംഭവം. അതായത് ഈ പഴയ ഒഴിഞ്ഞു കിടക്കുന്ന ബോട്ടിൽ എടുത്തിട്ട് ഇതിൽ പൈപ്പ് വെള്ളം നിറച്ചിട്ട് ഇതിന്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട്. എന്നാലും ഇത് കറക്റ്റ് ഇതില് ആണോ ഈ വെള്ളം എല്ലാം ബോട്ടിൽ ഇതൊന്നും ആരും നോക്കാറില്ല. അല്ലെങ്കിൽ അത് അത്രയും നല്ല കൃത്യമുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ബോട്ടിൽ വെള്ളം മാത്രമേ നമ്മൾ വാങ്ങി കുടിക്കാം. അല്ല ഒരു ദിവസത്തെ യാത്രയ്ക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്തിരി വെള്ളം കൊണ്ടുപോയാൽ ഒരു പ്രശ്നവുമല്ല മക്കളെ. ഇനി നീ പുറത്തിറങ്ങുമ്പോ കൃത്യമായിട്ട് അങ്ങനെയുള്ള വെള്ളമേ കുടിക്കാവൂ. കുഴപ്പമില്ല. ശ്വസിക്കുന്ന വായുവിലും കഴിക്കുന്ന ഭക്ഷണത്തിലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത മാലിന്യങ്ങൾ ഉണ്ടാവാം.